നേത്രദാന സമ്മതപത്രം നൽകി കഞ്ഞിക്കുഴി ആദിത്യ സ്വയം സഹായ സംഘം പ്രവർത്തകർ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 40ഓളം പേരാണ് നേത്രദാന സമ്മതപത്രം നൽകിയത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് കെ.പി. ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സി.ജെ. സന്തോഷ് കുമാർ സ്വാഗതവും പി. അനീഷ് നന്ദിയും പറഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് നേത്രബാങ്ക് കൗൺസിലർ എസ്. സുനിൽ ക്ലാസ് നയിച്ചു. സംഘാംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 40ഓളം പേരാണ് നേത്രദാന സമ്മതപത്രം നൽകിയത്. നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ ഒരുപാട് അന്ധരായ വ്യക്തികളെ കാണുന്നുണ്ട് അല്ലേ? പക്ഷേ എല്ലാ അന്ധരായ വ്യക്തികൾക്കും കണ്ണ് മാറി വയ്ക്കുന്നതിലൂടെ കാഴ്ച വീണ്ടെടുക്കാൻ കഴിയില്ല. നേത്രപടലാന്ധത എന്ന പ്രത്യേക അസുഖം ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കണ്ണ് മാറി വയ്ക്കുന്നതിലൂടെ കാഴ്ച ലഭിക്കുകയുള്ളൂ. നേത്രപടലാന്ധത എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത് പ്രധാനമായും റോഡ് ആക്സിഡൻറ്റ്, കൂർത്ത വസ്തുക്കൾ, കോമ്പസ്, പേന, പെൻസിൽ തുടങ്ങിയവ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴും, അതുപോലെ സ്ഫോടക വസ്തുക്കൾ, കെമിക്കലുകളൊക്കെ കണ്ണിൽ തെറിച്ച് വീഴുമ്പോഴും കണ്ണിന് പരിക്ക് പറ്റും. കണ്ണിന് പരിക്ക് പറ്റുമ്പോൾ നമ്മൾ നേരെ എന്താ ചെയ്യുന്നത്? ഒരു കണ്ണ് ഡോക്ടറെ പോയി കാണും. കണ്ണ് ഡോക്ടറെ കണ്ട് ചികിത്സിച്ച് പരിക്ക് ഭേദമാകുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്ത് മുറിവുണ്ടായിരുന്നാലും അവിടെ ഒരു മുറിപ്പാട് അവശേഷിക്കും അല്ലേ? അതുപോലെ കണ്ണിലും ആ മുറിഞ്ഞതിൻ്റെ മുറിപ്പാട് ഉണ്ടാവും. അത് നമ്മുടെ ശരിക്കും ഈ കറുത്ത കൃഷ്ണമണി നമ്മൾ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ നേരെ ഫ്രണ്ടിലെങ്ങാനുമാണെങ്കിൽ നമുക്ക് കാഴ്ച നഷ്ടപ്പെടും. നമ്മളൊരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണ്? ഒരു വസ്തുവിൽ വെളിച്ചം തട്ടി ആ വെളിച്ചം തിരികെ നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ കൃത്യമായി പതിക്കുമ്പോഴാണ് നമ്മൾ ഒരു വസ്തുവിനെ വ്യക്തമായി കാണുന്നത്. നമ്മുടെ കണ്ണിനുള്ളിലേക്ക് വെളിച്ചം കടന്നു പോകുന്നത് ഈ പറഞ്ഞ നേത്രപടലം അഥവാ കോർണിയ, ഈ കോർണിയ വഴിയാണ്. കോർണിയയിൽ വെളുത്ത പാട് വീണിട്ട് കണ്ണിനകത്തേക്ക് വെളിച്ചം കടന്നു പോകാതെ വരുന്ന ആ രോഗാവസ്ഥയാണ് നേത്രപടലാന്ധത എന്ന് പറയുന്നത്. ഇങ്ങനെ നേത്രപടലാന്ധത ഒരാൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പ്രധാനമായിട്ടും നേരെ നേത്രബാങ്കിലേക്ക് എത്തി പേര് രജിസ്റ്റർ ചെയ്യാൻ അയാളെ പറഞ്ഞു വിടും. നേരെ അവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ നേത്രബാങ്കിൽ എത്തുകയും അവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. എന്തായിരിക്കാം കാരണം? അനന്തരം കണ്ണ് ദാനം ചെയ്യുക എന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ മിക്കവാറും കുടുംബാംഗങ്ങൾ സമ്മതിക്കാറില്ല. പക്ഷെ അവരെയും കൂടെ ചേർത്തുകൊണ്ട് അവർക്കും കൂടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു അറിവ് കൊടുത്തുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് ചെയ്യണം എന്നുദ്ദേശിച്ച് ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ ഈ അവസരത്തിൽ ആലോചിച്ചത്, പഞ്ചായത്തിൽ ഒരിക്കലൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നു. വളരെ ജനകീയനായ ഒരാളായിരുന്നു. പഞ്ചായത്തിലെ എല്ലാ വാർഡിലും നടന്ന് കണ്ണ് ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് ക്ലാസ് എടുത്തു, എല്ലാം ചെയ്തു. പഞ്ചായത്തിൽ വന്നിട്ട് കുറേ ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി എല്ലാവരുടെയും സമ്മതപത്രം എല്ലാം ഒപ്പിട്ട് കൊണ്ടുപോയി. പക്ഷേ തുടർ നടപടി സ്വീകരിച്ചില്ല. അതങ്ങനെ കൊടുത്തതല്ല. ഇപ്പോൾ നമ്മൾ പ്രഖ്യാപനം നടത്തി, കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഇത്രയും പേര് കണ്ണ് ദാനം ചെയ്യാനായിട്ട് സമ്മതപത്രം നൽകി, അതുമാത്രം അതവിടെ ഒതുങ്ങിപ്പോയി. പക്ഷേ ഇവിടെ അതല്ല. അത് ചെയ്യുന്നെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ ഒരു സമ്മതപത്രം വരെ എടുത്തു വെച്ചുകൊണ്ട് കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മരണശേഷം നിർബന്ധമായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ പ്രവൃത്തി ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും അഭിനന്ദനാർഹം. ഇപ്പോൾ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ ഈ കണ്ണുമായിട്ട് നമ്മുടെ ബോഡി കത്തിച്ച് കളഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. പക്ഷേ ആ കണ്ണുകൊണ്ട് 1-2 പേർക്ക് കാഴ്ച കിട്ടിയാൽ അത് ഏറ്റവും പുണ്യപ്രവൃത്തി തന്നെയാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് അവയവദാനം ഇന്ന് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അതിനിപ്പം ലോബി വരെ ഉണ്ട്. അത് വാസ്തവമാണ്. എന്നിരുന്നാലും ഒരാൾ മരിച്ചതിന് ശേഷം ആളിൻ്റെ അവയവം മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ കണ്ണ്, ഇപ്പോൾ വൃക്ക, കരള്, ഹൃദയം വരെ മാറ്റിവെക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ആരോഗ്യരംഗം അത്രയധികം പുരോഗമിച്ചിട്ടുണ്ട്. എല്ലാം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സും കൂടെ ഒന്ന് വലുതായാൽ മാത്രമേ ഇതെല്ലാം നടക്കുകയുള്ളൂ. ഇതിൽ ഈ പുണ്യപ്രവൃത്തിക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം